നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഇന്ന് വരയ്ക്കുന്ന പെയിന്റിംഗ് ദുർഗ മാ ആൻഡ് കാളി മാ. അതിൻ്റെ സ്കെച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. ഇന്ന് നവരാത്രിയുടെ മഹത്വത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ഏറ്റവും മഹാത്മ്യമുള്ള ആഘോഷമാണ് മഹാനവരാത്രി. അത് ഏറ്റവും പ്രാധാന്യമർഹിക്കാനുള്ള കാരണം പ്രകൃതിയെ, അതായത് പ്രകൃതിയുടെ പ്രതിരൂപമായ സ്ത്രീത്വത്തെ ആരാധിക്കുന്ന 9 ദിവസങ്ങളാണ് മഹാനവരാത്രിയായി ആഘോഷിക്കുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ 9 അവസ്ഥകളെയാണ് നവരാത്രിയായി ആചരിക്കുന്നത്. ഒരു ചെറിയ പെൺകുട്ടി മുതൽ ആർത്തവ വിരാമം കഴിഞ്ഞ് പൂർണ്ണതയിലെത്തുന്ന ഒരു സ്ത്രീയുടെ വിവിധ ഘട്ടങ്ങളായാണ് നവരാത്രിയിൽ ആരാധിക്കുന്നത്. ഒന്നാമത്തെ ദിവസം ഒരു കൊച്ചു പെൺകുട്ടിയായ ശൈലപുത്രിയെ ആരാധിക്കുന്നു. ബാല്യം, വിശുദ്ധി, നിർമ്മലത എന്നീ ഭാവങ്ങളാണ് ശൈലപുത്രിക്കുള്ളത്. രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി. വിദ്യാർത്ഥിയായ യൗവനയുക്തയുള്ള പാർവതി ദേവിയെയാണ് ബ്രഹ്മചാരിണിയായി ആരാധിക്കുന്നത്. അധ്യയനം, ജ്ഞാനം എന്നീ ഭാവങ്ങളാണ് ബ്രഹ്മചാരിണി ദേവിക്ക്. മൂന്നാം ദിവസം ചന്ദ്രകണ്ഠാദേവി. ചന്ദ്രനെ തലയിൽ ചൂടിയ ദേവി. പരമേശ്വരനെ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള സൗന്ദര്യഭാവം ശിവനുമായി ചേർന്ന് കാണിക്കാനാണ് ചന്ദ്രനെ തലയിൽ ചൂടിയ സങ്കല്പത്തിൽ കാണുന്നത്. അതിനാൽ ശിവ, പരമേശ്വരി, മഹാറാണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. നാലാമത്തെ ദിവസം കൂഷ്മാണ്ഡ ദേവിയാണ്. കൂഷ്മ അണ്ഡ, അതായത് പ്രകൃതിയെ ഗർഭം ധരിച്ചവൾ. സ്ത്രീയാണ് പ്രകൃതി എന്ന മഹത്തായ സന്ദേശം നമ്മെ കാണിക്കുന്ന ദേവീ സങ്കല്പം. ഒരു സ്ത്രീയിൽ മാതൃഭാവം ഏറ്റവും പ്രകടമാവുന്ന സ്ഥിതി. അഞ്ചാമത്തെ ദിവസം സ്കന്ദമാത. ഭഗവാൻ കാർത്തികേയനെ മടിയിലിരുത്തിയിട്ടുള്ള പാർവതി ദേവിയുടെ സങ്കല്പം. അഞ്ചാമത്തെ ദിവസത്തെ ലളിത പഞ്ചമി എന്നാണ് പറയുക. ഏറ്റവും ആനന്ദം തരുന്ന ദിവസമാണത്രേ ലളിത പഞ്ചമി ദിവസം. മാതൃത്വമാണ് അഞ്ചാമത്തെ ദിവസത്തെ ഭാവം. ആറാമത്തെ ദിവസത്തിൽ കാർത്യായനി ദേവി. കർമ്മ പൂർത്തീകരണത്തിനു ശേഷമുള്ള മധ്യവയസ്കയായ സ്ത്രീരൂപമാണ് കാർത്യായനി ദേവിക്കുള്ളത്. ഗാംഭീര്യവും ധൈര്യവും ശക്തിയുമുള്ള ദേവി. ഏഴാം ദിവസം കാളരാത്രി ദേവിയാണ് സങ്കല്പം. ആർത്തവ വിരാമം പ്രാപിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായി ഇതിനെ കണക്കാക്കുന്നു. ദേവിയുടെ പേര് പോലെ തന്നെ ദുരിതമുള്ള രാത്രി. ഏറ്റവും രൗദ്രമുള്ള ദേവീ സങ്കല്പം. എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ തക്കമുള്ള പാർവതി ദേവിയെ ഇവിടെ സങ്കല്പിക്കുന്നു. എട്ടാം ദിവസം അഷ്ടമിയിൽ മഹാഗൗരിയാണ് സങ്കല്പം. മുത്തശ്ശിയുടെ ഭാവമാണ് ദേവിക്ക് അഷ്ടമിയിൽ. കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നും ഉയർന്ന് എല്ലാവരുടെയും അമ്മയാവുന്ന ഭാവം. മഹാഗൗരി എന്നാൽ തിളങ്ങുന്നത് എന്നർത്ഥം. മഹാനവരാത്രിയുടെ അവസാന ദിവസം 9ാമത്തെ ദിവസം സിദ്ധിദാത്രി ദേവിയാണ്. ആത്മീയതയുടെ പൂർണ്ണമായ ഭാവം. ഇങ്ങനെ ബാല്യം മുതൽ ആത്മസാക്ഷാത്കാരത്തിന് ശേഷമുള്ള ദിവസമാണ് വിജയദശമി വരുന്നത്. ജീവിത വിജയത്തിന്റെ ദിവസം. ജീവിതത്തിന്റെ ഗതിയിലുള്ള 9 ഭാവത്തെ നമ്മൾ ദേവീരൂപത്തിൽ ആരാധിക്കുന്നു. ലോകത്തൊരിടത്തും കാണാത്തത്ര പാവനമായ സങ്കല്പമാണിത്. മാതൃത്വത്തെ ബഹുമാനിക്കുന്ന ഒരു മഹത്തായ സംസ്കാരമാണ് മഹാനവരാത്രി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നു. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത്. ചിത്രകല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം. താങ്ക് യു.